Let's begin the meeting. First of all, opening prayer, Pastor Raju John. Please come on up. നമുക്ക് എല്ലാവരും കണ്ണുകളെ അടച്ച് ഇന്നത്തെ സർവീസിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായിരിക്കുമേ നല്ല കർത്താവേ, ചില നാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം പ്രിയ പാസ്റ്റർ മറ്റുള്ള ഏറിയ നാൾ കഷ്ടപ്പെടുകയും പഠിക്കുകയും നിശ്ചയം പ്രാപിച്ചതനുസരിച്ച് അതിൻ്റെ ഒരു ഫലം കാണുവാൻ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ തൻ്റെ ദാസനോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ഇങ്ങനെ ഒരു അവസരം തന്നിരിക്കുക. സ്തോത്രം കർത്താവേ. ഈ രാജവർഷ സർവീസ് ഇന്ന് ഏറ്റവും അനുഗ്രഹമായി അതിൻ്റെ അധ്യക്ഷത വഹിപ്പാൻ പ്രിയ പ്രാച്ചനെയും കർത്താവെയും കൊണ്ടുവന്നതിനായി സ്തോത്രം. മറ്റ് വിവിധ ഇടങ്ങളിൽ ക്ഷണിക്കപ്പെട്ടതായ ഞങ്ങളുടെ സഹോദരങ്ങൾ, മാതാപിതാക്കള് ഒക്കെയും ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനായി വന്നിരിക്കുന്ന ഈ അവസരത്തിൽ ധാരാളമായ ദൈവം എല്ലാവരുടെ മേലും ചൊരിയുമാറാകണമേ. ബുദ്ധി ദൈവം മനുഷ്യ തന്നിട്ടുണ്ട്. ആ ബുദ്ധി ഹല്ലേലൂയ അത് പ്രയോഗിച്ച് അക്ഷരത്തിൽ കൂടെ ആത്മാക്കൾ ഇങ്ങനെ വിവിധ രീതി എഴുത്തുകളിൽ കൂടെയും വിവിധമായ മാധ്യമങ്ങളിൽ കൂടെ സുവിശേഷത്തിന്റെ ആലയ പ്രഘോഷണത്തിനും അനേക പുസ്തകങ്ങൾ എഴുതി പ്രചരിപ്പിക്കുവാനൊക്കെയും നിന്റെ ദാസനത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വരും ദിവസങ്ങളിൽ കൂടുതലായി തനിക്കിത് ലഭിച്ചിരിക്കുന്ന കൃപ ഉപയോഗിച്ച് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ പ്രിയ നിന്റെ ദാസനെ കർത്താവ് സഹായിക്കണം. എല്ലാ ശുശ്രൂഷകളും കർത്താവ് അനുഗ്രഹിക്കണമേ. വിശേഷാൽ ഹല്ലേലൂയ നല്ല പാട്ടുകൾ പാടി ഞങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന സാമൂഹ്യ വിശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധത്തിലും അനുഗ്രഹമായിരിക്കണം. ആദ്യവനന്തം കർത്താവേ നിന്റെ കൃപ ഓരോരുത്തരോടും കൂടെ സഹായിച്ചാട്ടെ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. Worship song, Pastor Sabu Louis. Please come forward and sing for us. Praise the Lord. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് എനിക്കും ഈ മനോഹരമായ മീറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ കർത്താവ് എന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ അല്പസമയം സ്തോത്രം ചെയ്ത് ആരാധിക്കാം. സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്ന എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങളും ദൈവം നമുക്ക് നടത്തിയ വിധങ്ങളും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് നമുക്ക് അല്പസമയം ചെലവഴിക്കാം. കർത്താവിൻ്റെ ദാസന് കഴിഞ്ഞ നാളുകളിൽ പഠിക്കുവാൻ ദൈവിക ജ്ഞാനം ദൈവം കൊടുത്തു. ഈ പാട്ടിൻ്റെ വരികൾ പറയുന്ന ഇപ്രകാരമാണ്: കോരിരുൾ താഴ്വരയിൽ നടുവിൽ ദീപമായി നീ വന്നുവല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ ഹല്ലേലൂയ സാന്നിധ്യം എത്ര ക്ലേശങ്ങളിലൂടെ കടന്നുപോയ ഒരു ദൈവവൈദ്യൻ്റെ യാത്രയിൽ അവിടെയെല്ലാം നമ്മെ താങ്ങി പരിപാലിക്കുന്ന നടത്തുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ച് എന്നോട് ചേർന്ന് ഈ പാട്ടിൻ്റെ വരികൾ പാടി അല്പസമയം നമ്മുടെ കർത്താവിനെ ആരാധിക്കാം.
നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. പാപത്താൽ മുറിവേറ്റ കർത്താവിന്റെ അടിപ്പഴുള്ള കൈകളാൽ അമ്മയെ വീണ്ടെടുത്ത ദൈവസ്നേഹം. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. ചേർന്ന് പാടാമോ? നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. കൂരിരുൾ താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. ശബ്ദമുയർത്തി. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇത് ചെറു കടത്തി തരാം. ഇവിടോട്ടാണ് നമുക്ക്
വെട്ടം ഇവിടെ Praise the Lord. Congratulations, Dr. Nainan Matula, for your earned PhD. May this be a stepping stone for your future endeavors. You have always been so dedicated in your studies. Sure, it is very inspiring for others. Also, your long cherished dreams of becoming a PhD holder is finally become true. Your hard work has finally paid off. You have inspired others and others to achievements of writing books. Also, the lives of Apostle Paul gives wonderful affirmation on the life and therefore educated. I thank the Lord, bless you to face the challenges that will come your way in the life. May our good Lord bless you abundantly. Congratulations. ജീവിത വളരെയധികം ശ്രദ്ധേയമായ ഒരു സമ്മേളനമാണ് ഇത്. നമ്മുടെ ആദരണീയനായ റവറൻ മാത്തുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടം തരണം ചെയ്ത് പഠന മേഖലയിലെ ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കുന്ന വലിയ സംഭവമാണിത്. അതിൻ്റെ ആഘോഷത്തിന് പങ്കാളികളാകുവാനാണ് നാം ഇന്ന് ഇവിടെ വന്നുകൂടിയിരിക്കുന്നത്. ഡിറ്റർമിനേഷൻ, പെർസിസ്റ്റൻസ്, ഹാർഡ് വർക്ക്, ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ മാത്രമാണ് നമുക്ക് അച്ചീവറാകാൻ കഴിയൂ. പഠനം എന്നത് ശക്തമായ ബ്രെയിൻ സ്റ്റോമിംഗ് ആവശ്യമുള്ള വിഷയമാണ്. നമുക്ക് ബുദ്ധിയും ശക്തിയും സാഹചര്യവും എല്ലാം കൂടി സമന്വയമായി സമ്മേളിപ്പിച്ച് ഈ ഒരു നല്ല നേട്ടം കൈവരിക്കുന്നതിൽ പാസ്റ്റർ മാത്തുള്ളയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനിക്കാം. As you all know, human brain has miraculous capacity, but how we utilize it, there lies the key. Our brain power can be utilized to good things or evil things. ഇനിയും ഇദ്ദേഹത്തിന് ഇതിനെ കിട്ടിക്കഴിഞ്ഞ് ഒരു മംഗള ആശംസയുടെ പാട്ടുണ്ട്, അത് ഞാൻ പുറകാലെ പാടുന്നതാണ്. അടുത്തതായിട്ട് പ്രയർ ബഹുമാനപ്പെട്ട BM എബ്രഹാം പാസ്റ്ററും നമ്മുടെ ജോൺസൺ പാസ്റ്റർ, ആദ്യം BM എബ്രഹാം പാസ്റ്റർ പ്രാർത്ഥിക്കും, അതിനുശേഷം പാസ്റ്റർ ജോൺസൺ പ്രാർത്ഥിക്കുന്നതാണ്. അല്ല, ഒന്ന് അല്ല, ഇതിൻ്റെ പ്രോഗ്രാമിലിങ്ങനെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പാസ്റ്റർ പ്രാർത്ഥിക്കാം കേട്ടോ. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം പ്രാർത്ഥിച്ചു. പാസ്റ്റർ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അവാർഡ് സെറിമണി കഴിഞ്ഞ ആ ഓക്കെ. സോറി, എനിക്ക്
Now I am inviting Bishop Dale Climie. He has 3 PhDs. He is an engineer and also a pilot. He is doing different kind of works. We are very proud of him. So he is the one giving this function, to the Pastor Mathula. Okay. Okay, that should be fun. Hold on, let me get this right here. Got another microphone that I have to use. There we go. Okay. And I guess I can do that from here too. All right, thank you. Good evening. All right, it is my pleasure to be here with you and sharing with you this evening. My name is Dale Climie. I'm the presiding bishop of the Conservative Anglican Communion in North America, and St. James University is our seminary for our priests and bishops as they are gaining the education necessary to take the different positions within the denomination. I've had the privilege of working with Father Abraham for going on 30 years now, and Terry and I have, my wife Terry over here, has been able to visit with us a couple of times on our trips to India. I've been to India 22 times? I forget, something like that. And India truly has a special place in my heart. So when Father Abraham approached me and said, well, there's this young gentleman who is interested in furthering his education, and he brought him over and introduced me to Nainan Mathula, and I was very impressed with Nainan, and we sat down, and at St. James University, especially when we're working in our advanced degrees, we're always trying to bring people in that can benefit the school. And so when we're looking at graduate programs and postgraduate programs, we're looking for people that having them in our student body will be a benefit to the school. And so as I sat down and I talked to Mr. Mathula, it was obvious that he had quite the passion for the particular subject that he has written his dissertation on. And so he began his journey. It's been almost 3 years now, has it not? He has been steadfastly working on his dissertation and just finished submitting the final rendition of it. And so what we're going to be doing with this dissertation is it will actually be used for some of our online programs. It'll actually be distilled down to an online course that our students will be able to take. And so that's kind of what we look forward to in working with the men and women that are pursuing their advanced degrees, is using those studies to go ahead and develop our program further. So St. James University is headquartered in Sanford, Florida. And since the Conservative Anglican Communion has changed its national headquarters to Houston, Texas, we are in the midst of transferring everything from Sanford, Florida to Texas. And so even though our graduating class is walking the days in Florida, we're here tonight with our good friend who will receive his award for all of his hard work. And so if I may, I would like to read this. St. James University, to all who may read these letters, greetings. Hereby it is certified that upon recommendation of the regents of the St. James University have conferred upon Nainan Mathula
in recognition of the satisfactory fulfillment of the prescribed requirements, the degree of Doctor of Philosophy in Christian Apologetics, with all the rights, privileges, and honors pertaining there and here and elsewhere, given in Sanford, Florida. Okay, so we have to keep it legal with the state of Florida. All right, this 25th day of May, 2025. And so, sir, if you would like to come up here, and I'm going to present this to you, if I may, in recognition of all of the hard work and the obvious mastery that you have of the subject, and we confer upon you the Doctor of Philosophy in Christian Apologetics. And if I just may continue just for a moment, in that St. Paul tells Timothy over in 2 Timothy, to study to show thyself approved unto God, a workman that needeth not be ashamed, rightly dividing the word of truth. And that is what Ninan has done. He has diligently developed this project. We've a few rewrites here and there, but this has developed into a project, his dissertation, that he can be very, very proud of. And I think he has some copies over here if you kind of want to take a look at it. This is no small task that he has undertaken. And it is my privilege to be able to welcome him to the ranks of academia in recognition for all of your hard work. So, to our friend Ninan Matula, let's give him another big round of applause. Next prayer, Pastor B.M. Abraham. അതിനുശേഷം പാസ്റ്റർ ജോൺസൺ